കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ള രീതിയിൽ ഒരു ചിക്കു ഷേക്ക് റെഡിയാക്കി എടുത്താൽ നമ്മൾ നോർമൽ രീതിയിലൊക്കെ ചിക്കു ഷേക്ക് തയ്യാറാക്കി എടുക്കാറുണ്ട്, ജ്യൂസായിട്ടും ഒക്കെ തയ്യാറാക്കി എടുക്കാറുണ്ട്. അപ്പോൾ അതിനേക്കാളും ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കു ഷേക്ക് എങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അത് എക്സ്ട്രാ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ എക്സ്ട്രാ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചിക്കു അതിൻ്റെ തൊലിയും അതുപോലെ കുരുവും ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇങ്ങനെ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 8 എണ്ണമൊക്കെ ഉണ്ടാവും കേട്ടോ. അത്ര വലിയ സൈസിലുള്ള ഒന്നുമല്ല, മീഡിയം സൈസിലുള്ള 8 ചിക്കുവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതെല്ലാം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ പാല് നിങ്ങൾക്ക് തണുപ്പുള്ള പാല് ചേർത്ത് കൊടുക്കാം, എന്നിട്ട് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ പാലൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസിൽ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഫുള്ളായിട്ട് കട്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ, നല്ല തിക്കായിട്ടുള്ള ഷേക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1.5 പാക്ക് പാലാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ 2 കോൺ ഐസ്ക്രീമാണ്. അപ്പോൾ ഇത് ബട്ടർ സ്കോച്ചിൻ്റെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ എല്ലാവർക്കും കൂടെ ഇത് തികയില്ല. അപ്പോൾ അതിന് അടിയാവുമെന്ന് വിചാരിച്ചിട്ട് 2 എണ്ണം കണ്ടപ്പോൾ അത് ഇതിലേക്ക് ഇട്ടാൽ അടി ഉണ്ടാവില്ലല്ലോ, എല്ലാവർക്കും ഒരുപോലെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ 2 എണ്ണം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറിലുള്ള കോൺ ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു ഷേക്കിനെ പ്രത്യേക ടേസ്റ്റിൽ ആക്കി തീർക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ഇതുപോലെ ബൂസ്റ്റ് പൗഡറാണ്. ബൂസ്റ്റ് പൗഡർ നമുക്കൊരു 2 ടേബിൾ സ്പൂണും 3 ടേബിൾ സ്പൂണും വരെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് കൊടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ഷേക്കിന് കിട്ടുന്നത്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ കോൺ ഐസ്ക്രീമിൽ പഞ്ചസാര ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കു ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പ്രത്യേക ഒരു ടേസ്റ്റുള്ള ഒരു ഷേക്കാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്യും. പിന്നെ ഡെക്കറേഷന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബൂസ്റ്റ് പൗഡർ കൂടെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഷേക്കുകളൊക്കെ എപ്പോഴും ഒരുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് മാറിയിട്ട് തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്